അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഈ റബീഉൽ അവ്വൽ മാസമൊക്കെ വന്നാൽ ചിലരൊക്കെ ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കാരമാക്കും ഈ വീടുകളൊക്കെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം പ്രമാണിച്ച് മദ്രസകൾ, പള്ളി പരിസരങ്ങൾ, നമ്മളെ വീടുകളൊക്കെ വിവിധ വർണ്ണത്തിലുള്ള ലൈറ്റുകൾ പിടിപ്പിച്ച് അലങ്കാരമാക്കുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പണ്ഡിത മഹത്തുക്കളും എല്ലാവരും പറയണത് എന്താ വെച്ചാൽ അത് അനുവദനീയമാണ്. മതം അംഗീകരിച്ച സന്തോഷത്തിൻ്റെ പേരിലാണല്ലോ നമ്മളങ്ങനെ ചെയ്യണത്. അതിൽ പ്രശ്നമൊന്നുമില്ല. മുമ്പ് സാമ്പത്തികമായ കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. പണ്ടത്തെ കാലഘട്ടം, അന്നത്തെ സമ്പത്ത്, അന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ടൊക്കെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ₹1 അറിയണത് ഭയങ്കര വലിയൊരു പണമായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ഇന്നൊരു രൂപ അറിയണത് നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് പോലെ പറയുമല്ലോ നമ്മൾ, പിച്ചക്ക പിച്ച പിച്ചക്കാർക്കും കൂടി വേണ്ട ആ ₹1 എന്നുള്ള രീതിക്ക് നമ്മൾ പറയൂലേ. അപ്പം അന്ന് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ, അനുവദനീയമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഈ പുണ്യ മാസത്തിൽ എത്രയോ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയും, അത്രത്തോളം നമ്മൾ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ ഒരു ദിവസം എത്ര സ്വലാത്ത് ചൊല്ലാറുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇനിയും അറിയില്ല, എനിക്ക് നിങ്ങളെയും അറിയില്ല. പക്ഷെ നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ ഓല് ഇത്ര ചെല്ലുന്നുണ്ടല്ലോ, എൻ്റെത് ഇത്ര കുറവാണല്ലോ എഴുതിയിട്ട് നമ്മൾ ഒരു എണ്ണം കൂട്ടുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അൽഹംദുലില്ലാ. സ്വലാത്ത് ചൊല്ലുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യമാണ് കേട്ടോ ഞാൻ പറയണത്. റബീഉൽ അവ്വൽ മസ്അല ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേട്ടോ. റബീഉൽ അവ്വലും വീട് പണിയും. പലരും റബീഉൽ അവ്വൽ മാസത്തിൽ വീട് പണി ആരംഭിക്കുന്നതായും പുതിയ വീട്ടിൽ താമസമാക്കുന്നതായും കാണാറുണ്ടല്ലോ. ഇത് നല്ലതാണോ? അതിൻ്റെ ഉത്തരാട്ടോ പറയണത്. അതെ, നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമാണല്ലോ റബീഉൽ അവ്വൽ മാസം. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും സന്തോഷവും സ്നേഹവും പ്രകടിപ്പിക്കൽ സാധാരണയാണ്. അതുപോലെയുള്ള സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മറ്റൊരു ഭാഗമായിട്ടാണ് പൊതുവെ റബീഉൽ അവ്വൽ മാസത്തിൽ വീടുപണി ആരംഭിക്കുന്നതും പുതിയ വീട്ടിൽ താമസമാക്കുന്നതും. ഇത് നല്ല കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും ഉചിതമാണ് എന്നാണ് പറയുന്നത്. റബീഉൽ അവ്വൽ മാസം വീടുപണി ആരംഭിച്ചാലും പുതിയ വീട്ടിൽ താമസമാക്കിയാലും ആ വീട്ടിൽ വലിയ ബറക്കത്തും റാഹത്തും ആശ്വാസം, സുഖം ഒക്കെ ഉണ്ടാകും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വീടുപണി തുടങ്ങാനും തുടങ്ങിയ വീടുപണിയൊക്കെ പെട്ടെന്ന് കഴിയാനൊക്കെ കഴിഞ്ഞ് അതിൽ സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ചോദ്യമാട്ടോ പറയണത്, ഓണം പോലെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കലും ഓണപ്പൂ ഇടലും അതിനെക്കുറിച്ചിട്ടാണ്.
അന്യമതസ്ഥരുടെ ആഘോഷമായ ഓണം പോലെയുള്ളതിൽ പങ്കുചേരുകയും അവർ ചെയ്യുന്ന പോലെ അത്തരം ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് അനുവദനീയമാണോ? അവരുടെ ആഘോഷങ്ങളുടെ പേരിൽ അവർക്ക് ആശംസകൾ നേരാമോ? അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം. അമുസ്ലിങ്ങളുടെ പ്രത്യേക ആഘോഷങ്ങളിൽ അവരോടൊപ്പം കൂടുന്നതും അവർക്ക് ആശംസകൾ നേരുന്നതും കുറ്റമാണ്. അവർക്കെതിരെ ശിക്ഷാ നടപടി കൈക്കൊള്ളാൻ ഭരണാധികാരിക്ക് അവകാശമുള്ള കുറ്റമാണ്. ഷർവാനി 9/181. ഓണാഘോഷത്തിനോടനുബന്ധിച്ച് പൂക്കളം ഇടാമോ? അടുത്ത ചോദ്യമാണ് കേട്ടോ. ഇല്ല. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പൂക്കളം ഉണ്ടാക്കൽ ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെയും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ട്. ഇനി നമ്മൾ പറയണത് മൗലിദുകൾ നാം അറിഞ്ഞിരിക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ്. മൗലിദിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ചില മഹാന്മാരുടെ വാക്കുകൾ. നമ്മളെല്ലാവരും ഇപ്പം പുണ്യ നബിദിനാണല്ലോ, അപ്പോൾ റബീഉൽ അവ്വൽ മാസമാണല്ലോ, അപ്പോൾ എല്ലാവരും വീട്ടിൽ മൗലിദും സലാം ബൈത്ത് മങ്കൂസ് മൗലിദ് അഷ്റഖ ബൈത്ത് അങ്ങനെ ഒരുപാട് മൗലൂദുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മളെ വീട് ഇങ്ങോട്ട് ഉഷാറാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉഹുദ് മലയോളം സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ ആ സ്വർണം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മൗലിദ് പാരായണത്തിനു വേണ്ടി ഞാൻ ചിലവഴിക്കുമായിരുന്നു. അപ്പോൾ അത്രക്കും നബിയെ സ്നേഹിച്ച വ്യക്തികളാണ് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന് വേണ്ടി ചിലവഴിച്ചീനി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്താൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചവനാകുന്നു. മൂന്നാമത്തെ ആൾ പറഞ്ഞതാണ് കേട്ടോ. മൂന്നാമത്തെ ഒരു മഹാൻ പറഞ്ഞതാണ്. അതായത് മഹ്റൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മൗലിദിനെ ആദരിച്ചുകൊണ്ട് ആരെങ്കിലും ഭക്ഷണം തയ്യാറാക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും നല്ല വിളക്കുകൾ കത്തിക്കുകയും അതായത് ബൾബുകൾ കൊണ്ടും മറ്റും അലങ്കരിക്കുകയും പുതിയ വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്താൽ അവനെ നബിമാരോട് കൂടെ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുകയും അവന് ഉന്നത സ്ഥാനം നൽകുകയും ചെയ്യുന്നതാണ്. സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ നാണയത്തിൻ്റെ മേലെ അതായത് കറൻസിയുടെയോ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദോദിയ ആ നാണയത്തെ മറ്റു നാണയങ്ങളുമായി കൂട്ടിക്കലർത്തുകയും ചെയ്താൽ അതിൽ വലിയ ബറക്കത്തുണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൻ്റെ ബറക്കത്ത് കൊണ്ട് അവൻ ദാരിദ്ര്യനാവുകയില്ല, അവന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. നാലാമത്തെ ആൾ ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മൗലിദിനു വേണ്ടി ഒരു സ്ഥലം സൗകര്യപ്പെടുത്തുകയും അതിലേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ഭക്ഷണം തയ്യാറാക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ അന്ത്യദിനത്തിൽ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ എന്നിവരോട് കൂടെയായിരിക്കും. സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുകയും ചെയ്യും.
മറ്റൊരു മഹാൻ പറഞ്ഞതാണ് കേട്ടോ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് പാരായണം ചെയ്യുന്ന സ്ഥലം ഉദ്ദേശിച്ചാൽ സ്വർഗീയ പൂന്തോപ്പാണ് അവൻ ഉദ്ദേശിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ എന്നോട് കൂടെയാണ്. ആറാമത്തെ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നേരത്തെ പറഞ്ഞ മഹാൻ്റെ പേരാണ് കേട്ടോ, സിരിയു സിക്തിയു റളിയല്ലാഹു അൻഹു. ഇനി ആറാമത്തേത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരെങ്കിലും അവരുടെ ഗോതമ്പിലോ ഉപ്പിലോ മറ്റു ഭക്ഷിക്കപ്പെടുന്ന ഏതെങ്കിലും വസ്തുക്കളിലോ മൗലിദ് ഓതിയാൽ അതിൽ വലിയ ബറക്കത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ്. അത് പത്തിരി, പൊറാട്ട, ചപ്പാത്തി, ബിരിയാണി അതിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് ഏതെങ്കിലും വെള്ളത്തിൽ ഓതി കുടിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ 1000 പ്രകാശവും റഹ്മത്തും പ്രവേശിക്കുകയും 1000 രോഗങ്ങൾ സുഖമാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും സ്വലാത്ത് ചൊല്ലുന്നവരിലും അതുപോലെ തന്നെ മൗലിദ് പാരായണം ചെയ്യുന്നവരിലൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഈ പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മൾ വീടൊക്കെ മൗലിദൊക്കെ ഓതി നല്ല ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി വേറൊരു ചോദ്യം, അതിൻ്റെ ഉത്തരാട്ടോ പറയണത്, നമ്മൾ സാധാരണ ഓതി വരുന്ന പ്രസിദ്ധമായ മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ആണ് രചയിതാവ്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ എന്ന വലിയ മഖ്ദൂം തങ്ങൾ രചിച്ചതാണ് മങ്കൂസ് മൗലിദ്. ഈ വിഷയം മങ്കൂസ് മൗലിദിൻ്റെ ചില ഷർഹുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്ത് രചിക്കപ്പെട്ട ഏറ്റവും വലിയ മൗലിദ് കിതാബിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാരും പറഞ്ഞത് മങ്കൂസ് മൗലിദ് രചിച്ചത് ഷെയ്ഖ് വലിയ മഖ്ദൂം തങ്ങൾ ആണ് എന്നാണ്. സമ്പൂർണ്ണ ഫതാവയിൽ ബഹുസ്വതക്കയുള്ള ഉസ്താദും മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദുമാരിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് വലിയ മഖ്ദൂം തങ്ങളാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വലിയ മഖ്ദൂം തങ്ങൾ രചിച്ച ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന പല സ്ഥലങ്ങളിലും മങ്കൂസ് മൗലിദ് അവരുടെ രചനയായി എണ്ണിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും മൗലിദ് ഓതാൻ തൗഫീക്ക് തരട്ടെ എല്ലാ ദിവസവും. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരുപാട് ചോദ്യവും ഉത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു ചോദ്യം കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താം. കാരണം മൗലിദിനെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യവും ഉത്തരങ്ങളാണ് നമ്മളെ മസല ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. മൗലിദ് ഓതുന്ന വീടുകളിൽ വിപത്തുകൾ വരില്ല എന്നും മൗലിദ് ഓതുന്നവർ മരിച്ചാൽ ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി എളുപ്പമാവുമെന്നും പറയുന്നത് കേൾക്കാം. അത് ശരിയാണോ? എവിടെയാണ് അത് പറഞ്ഞിട്ടുള്ളത്? അതൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം. മൗലിദ് ഓതുന്ന വീട്ടിൽ വിപത്തുകൾ വരില്ല, മരിച്ചാൽ ഖബറിലുള്ള ചോദ്യത്തിന് മറുപടി എളുപ്പമാകുമെന്നും നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയതാണ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് വീട്ടിൽ പാരായണം ചെയ്താൽ മാരക രോഗങ്ങൾ, ക്ഷാമം, തീപിടുത്തം, വിപത്തുകൾ, പരീക്ഷണങ്ങൾ, ആഫത്തുകൾ, കാല മുസീബത്തുകൾ, പക, വിദ്വേഷം, അസൂയ, കണ്ണേറ്, മോഷണം തുടങ്ങിയ എല്ലാ നാശങ്ങളിൽ നിന്നും ആ വീട്ടുകാരെ അള്ളാഹു സംരക്ഷിക്കും.
അവർ മരിച്ചാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്നിവരുടെ ചോദ്യങ്ങൾക്ക് ഖബറിൽ വെച്ച് മറുപടി പറയാൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. സ്വർഗത്തിൽ മഹാന്മാരോടൊപ്പം ഉന്നത പദവിയിലുമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മൗലിദ് ഓതാനുള്ള തൗഫീക്ക് തരട്ടെ. നമ്മുടെ വീട്ടിലെല്ലാവരും മൗലിദുകളൊക്കെ പാരായണം ചെയ്യുക കേട്ടോ. എന്തായാലും പുണ്യ റബീഉൽ അവ്വൽ മാസമാണല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.